ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. അപ്പോൾ എൻ്റെ കൂടെ ഇന്നുള്ളത് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ സൈലമിയൻ ഫ്യൂച്ചർ ഡോക്ടേഴ്സ് ആയിട്ടുള്ള ആര്യയും റയോണയാണ്. നമ്മുടെ കൂടെ പഠിച്ച ഒരാൾ ഓൺലൈനായി നമ്മുടെ XPL ബാച്ചിൽ പഠിച്ച ആളാണ്, ഒരാൾ നമ്മുടെ ഹൈബ്രിഡ് സിസ്റ്റത്തിൽ പഠിച്ചു വന്ന ആളാണ്. അപ്പോൾ രണ്ടുപേരും ഇന്ന് അവരുടെ ഡ്രീം ആയിട്ടുള്ള MBBS എന്നുള്ള ആ ഒരു ജേർണിയിലേക്ക് കയറിയിരിക്കുകയാണ് അല്ലേ. സോ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് വി ആർ വെരി വെരി പ്രൗഡ് ആൻഡ് വെരി ഹാപ്പി ഇങ്ങനെ നിങ്ങളെ വന്ന് എല്ലാവരുടെ മുമ്പിലും പ്രസൻറ്റ് ചെയ്യുന്നതിൽ ഇറ്റ്സ് റിയലി എ പ്രിവിലേജ്. അപ്പോൾ എന്തൊക്കെയുണ്ട്, എങ്ങനെയുണ്ട് ക്യാമ്പസ് ഒക്കെ? ക്യാമ്പസ് ഒക്കെ നന്നായിട്ടുണ്ട്. ഓക്കെ, എൻജോയ് ചെയ്യുന്നുണ്ട് ക്യാമ്പസ് ലൈഫ്? ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ട്, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ക്ലാസ് MBBS എന്ന് പറയുമ്പോൾ കുറച്ച് വാസ്റ്റ് സിലബസ് ആയതുകൊണ്ട് നമ്മളിപ്പോൾ വന്നിരുന്ന് മാറിയ ഒരു പാറ്റേൺ ആയതുകൊണ്ട് അതോട് അഡാപ്റ്റ് ആയി ഇങ്ങനെ വരുന്നു. ഓക്കെ, മോൾക്ക് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, ഓൾറെഡി ഒരു കോളേജിൽ നിന്ന് വന്നതുകൊണ്ട്. ആര്യയുടെ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ ആര്യ വാസ് ആൻ ആയുർവേദ ഡോക്ടർ അല്ലേ. എന്നിട്ട് അഗെയിൻ നമ്മൾ ഇങ്ങനത്തെ ഒരുപാട് പേരെ കണ്ടു. എനിക്ക് MBBS തന്നെ വേണമെന്നുള്ള ആ ഒരു ഡ്രീമിലേക്ക് പിന്നെയും ഹാർഡ് വർക്ക് ചെയ്ത് വന്നിരിക്കുകയാണ് അല്ലേ, നമ്മുടെ ഒപ്പം പഠിച്ച്. മോൾ XPL ബാച്ച് അല്ലായിരുന്നോ? ആ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യോ? XPL ബാച്ചിൽ കംപ്ലീറ്റ് നമ്മുടെ ഓൺലൈനാണ്. അപ്പം ഞാൻ പഠിച്ചത് ഫുൾ ഓൺലൈൻ ആണെങ്കിലും ഞാൻ ഫുൾ മോക്ക് ടെസ്റ്റുകൾ എഴുതിയിട്ടുണ്ട്, ഒന്നുപോലും മിസ്സാക്കാതെ. ഫ്രം ദ ബിഗിനിങ് ടു ദ ലാസ്റ്റ് വരെ എല്ലാം മോക്ക് ടെസ്റ്റ്. ഈവൻ എത്ര പഠിച്ചാലും നല്ലോണം പഠിച്ചാലും ഇനി ഒട്ടും പഠിച്ചില്ലെങ്കിൽ ഞാൻ പോയി മോക്ക് ടെസ്റ്റ് എഴുതും, റിസൾട്ട്സ് നോക്കും, ആ ക്വസ്റ്റ്യൻസ് ഞാൻ ഒന്നുകൂടി റിവൈസ് ചെയ്ത് പഠിക്കും. അങ്ങനെയായിരുന്നു എനിക്ക് ഡയറക്റ്റ്ലി സൈലോയിട്ട് ഇപ്പോൾ പോയിട്ട് കുറച്ച് പേരൊക്കെ കാണുന്നത്. ഞാൻ അല്ലാതെ ഓൺലൈനായിട്ട് ഫുൾ വീട്ടിലിരുന്ന് തന്നെയാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ക്ലാസ്സസ് ആണ്. ഈവൻ നമ്മൾ ലൈവൊക്കെ കാണുകയാണെങ്കിലും നമ്മൾ ഓൺലൈനായിട്ട് പഠിക്കുകയാണെങ്കിലും ഒരുപാട് പേർക്ക് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാവും ഓൺലൈനായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത്. പക്ഷേ നമ്മൾ ആ ഒരു എഫേർട്ട് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡി ആണെങ്കിൽ ആ ഒരു ടൈം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാറുണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ്ലി അത് ഭയങ്കര യൂസ്ഫുൾ തന്നെയാണ്. ഈവൻ ദ ഓൺലൈൻ ബാച്ചസ് ഭയങ്കര യൂസ്ഫുൾ ആണ്. നമുക്ക് നന്നായിട്ട് പഠിക്കാനും കാര്യങ്ങളും ഇപ്പോൾ നമുക്ക് ഡൗട്ട്സ് ക്ലാരിഫിക്കേഷനൊക്കെ ആണെങ്കിലും നമുക്ക് നന്നായിട്ട് തന്നെ പോകാൻ പറ്റും ആ ഒരു പ്രോപ്പർ വേയിൽ നമ്മൾ പോവുകയാണെങ്കിൽ. ആൻഡ് ഓൾസോ ഓൺലൈൻ ബാച്ചസ് ആയതുകൊണ്ട് എന്തായാലും എക്സാംസ് ഒക്കെ മസ്റ്റായിട്ട് നമ്മൾ എഴുതണം. അതായത് ഓൺലൈൻ പഠിക്കുകയാണ്, ബട്ട് സ്റ്റിൽ യു മേഡ് ഷുവർ യു റോട്ട് ദി ഓഫ്ലൈൻ എക്സാംസ് അല്ലേ. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എക്സാം ഹാളിലെ എക്സ്പീരിയൻസും ടൈം മാനേജ്മെൻറ്റ് ഒരുപാട് കാര്യങ്ങൾക്ക് മോളെ അത് ഹെൽപ്പ് ചെയ്തു. യെസ്, റയാണ് പഠിച്ചത് ഹൈബ്രിഡ് സിസ്റ്റത്തിലല്ലേ, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയോ? ഹൈബ്രിഡ് സിസ്റ്റം നമുക്ക് അറിയാം, നമുക്ക് ഒരു ദിവസം ഓൺലൈനും പിന്നെ ഒരു ദിവസം ഓഫ്ലൈനും ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഓഫ്ലൈൻ ആയിട്ടുള്ള സമയത്ത് നമ്മൾ ക്ലാസ്സിൽ പോകുന്നു, ഫാക്കൽറ്റീസ് പറയുന്നത് കേൾക്കുന്നു, പിന്നെ ഓൺലൈൻ നമ്മൾ വന്നിരുന്ന് പഠിക്കുന്നു. അപ്പോൾ നമ്മൾ ഒരു ദിവസം പ്രയറായിട്ട് ആദ്യമേ പഠിച്ചിട്ടാണ് പോകുന്നത്. സോ അതവിടെ ചെല്ലുമ്പോൾ നമുക്ക് ടോപ്പിക്സ് ഒന്നുകൂടെ നന്നായിട്ട് മനസ്സിലാക്കാൻ സഹായിക്കും. കാരണം നമുക്ക് ചിലപ്പോൾ ചില ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവും, അത് നമ്മൾ ആ ക്ലാസ് കേൾക്കുമ്പം നമുക്ക് മനസ്സിലാവും. പിന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോയി അപ്രോച്ചബിളായിട്ട് ഫാക്കൽറ്റീസ് എപ്പോഴും നമുക്ക് കാണും. പിന്നെ ഹോസ്റ്റലൊക്കെ ആകുമ്പോൾ നമുക്ക് ഡൗട്ട് ക്ലിയറൻസും അങ്ങനെയൊക്കെ ഫാക്കൽറ്റീസ് വരും. സോ ഫാക്കൽറ്റീസ് നമുക്ക് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഓക്കെ, എന്ന് വെച്ചാൽ എല്ലാ ചോദ്യം നമുക്ക് ഡൗട്ട്, ചെറിയ ഡൗട്ടുകൾ പോലും നമുക്ക് പോയി ചോദിക്കാം. ഓക്കെ, സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്തിരുന്നോ? ഞാൻ കൂടുതലും സൈലത്തിൻ്റെ മെറ്റീരിയൽസ് തന്നെ നോക്കി പഠിച്ചത്. കാരണം ഒരുപാട് മെറ്റീരിയൽസിനേക്കാൾ നമുക്ക് ഒരു മെറ്റീരിയൽ നടന്ന് പഠിക്കുന്നതാണ് ഒരു അഭിപ്രായം. അപ്പം സൈലത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു ടോപ്പിക്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ്, അതിൽ വരാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും ഒരു DPPയിലാക്കി തരും. അപ്പോൾ നമുക്ക് വേറെ മെറ്റീരിയൽ പോയി തപ്പേണ്ട കാര്യമില്ല, എല്ലാ ടൈപ്പ് ചോദ്യം അതിനകത്തുണ്ട്. അത് പഠിച്ചാൽ തന്നെ ഈവൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എല്ലാം അതിലുണ്ട്. അതും ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടും, അതിന് തന്നെ വേറെ മോഡലുണ്ടാവും. പിന്നെ NCERTയിൽ നിന്ന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് അത് പറഞ്ഞുണ്ടാവും. അപ്പം അത് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നമുക്ക് വലിയ പാടില്ല, നമുക്ക് എളുപ്പമാണ് പഠിക്കാൻ. ഇപ്പോൾ റിവൈസ് ചെയ്യാനാണെങ്കിലും അതെടുത്ത് വെച്ച് നോക്കിയാൽ മതി. ഈവൻ ഇക്വേഷൻസും ഒക്കെ സ്റ്റഡി മെറ്റീരിയൽ യൂസ് ചെയ്യായിരുന്നു. മോള് പർച്ചേസ് ചെയ്തിരുന്നോ സ്റ്റഡി മെറ്റീരിയൽ? സൈറ്റിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ തന്നെയാണ് കംപ്ലീറ്റ്ലി യൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഓൺലൈനായിട്ട് പഠിക്കുമ്പോൾ മോൾ എങ്ങനെയാണ് അത് യൂസ് ചെയ്തത്? അതായത് അതിൽ ക്വസ്റ്റ്യൻ ക്ലാരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു. പിന്നെ അല്ലാതെ ഹാൻഡ് റിട്ടൺ നോട്ട്സ് അവൈലബിൾ ആയിരുന്നല്ലോ. അപ്പോൾ കെമിസ്ട്രിയിലൊക്കെ ആണെങ്കിൽ ഞാൻ അതാണ് ഷോർട്ട് നോട്ടായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിലെല്ലാ ഇക്വേഷൻസ് ആണെങ്കിലും കറക്റ്റ് 9 റിയാക്ഷൻസ് എല്ലാം ഉള്ളതുകൊണ്ട് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഞാനെല്ലാം സൈറ്റിനെ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ, എക്സ്ട്രാ ടെക്സ്റ്റ് യൂസ് ചെയ്തിട്ടില്ല. ഇല്ല. ഓക്കെ, അപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. സോ രണ്ടുപേർക്കും ഐ എം വിഷിംഗ് യു ബോത്ത് ദ വെരി ബെസ്റ്റ്. ഇനി ഇങ്ങോട്ടേക്ക് ഒരുപാട് സൈലമെന്റ്സ് വരാനുണ്ട്, അവരോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? പറയാനാണെങ്കിൽ നിങ്ങൾ സൈലത്തിൻ്റെ പ്ലാൻസ് എല്ലാം തന്നെ അതേപോലെ ചെയ്യുക. മോക്ക് എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യുക.
ഒരെണ്ണം പോലും ലീവ് ആക്കരുത്. ഇപ്പം നേരത്തെ ഇവിടെ പാര് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ പഠിച്ചില്ല, ഞാൻ പഠിച്ചിട്ട് എക്സാം എഴുതാം അങ്ങനെ ഇരിക്കരുത്. മാക്സിമം എല്ലാ എക്സാം പോയി എഴുതുക. കാരണം നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. നമുക്ക് തരുന്ന ഓരോ ക്വസ്റ്റ്യനും നമ്മുടെ എക്സാമിന് അത്ര ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന ചോദ്യങ്ങൾ മാത്രമേ നമുക്ക് ഫാക്കൽറ്റീസ് അത്രയ്ക്ക് എഫേർട്ട് ഇട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് തന്നെ പഠിച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് മുമ്പ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഈ ക്വസ്റ്റ്യൻ ഞാൻ കണ്ടതാണല്ലോ. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കൊരു തെറ്റ് വരുത്തുകയാണെങ്കിൽ അന്ന് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, അത് നമ്മൾ ഓർത്തിരുന്നത് ചെയ്യും. അപ്പോൾ മാക്സിമം എക്സാംസ് എഴുതുക. പിന്നെ മെറ്റീരിയൽസ് നന്നായിട്ട് DPPs എന്തായാലും പഠിച്ചിട്ട് പോവുക. ഒരുപാട് മെറ്റീരിയൽക്കും DPPs എന്തായാലും കമ്പൽസറി പഠിക്കുക. അങ്ങനെ നിങ്ങൾ എഫേർട്ട് ഇട്ട് പഠിച്ചാൽ മതി, എന്തായാലും കിട്ടും. നിങ്ങളിടുന്ന എഫേർട്ടിനുള്ള റിസൾട്ട് എന്തായാലും ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. മോക്കെന്താ പറയാനുള്ളത്? എനിക്കും റയണ പറഞ്ഞ സെയിം കാര്യങ്ങളൊക്കെ തന്നെ പറയാനുള്ളൂ. എന്തായാലും ഹാർഡ് വർക്ക് ചെയ്യുക, നിങ്ങളുടെ ഡ്രീം അച്ചീവ് ചെയ്യുക. സൈല നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. യെസ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.